ഇപ്പോൾ അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ 12,500 കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ രണ്ട് സംഘങ്ങളും അടിച്ചു മാറ്റിയത്. 5,000-ഉം 16,000-ഉം സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരെയൊക്കെ കബളിപ്പിച്ചതിൻ്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തിഹത്യ നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞു വിടുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു. എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യമായി ഇന്ന് ഈ നോമിനേഷൻ കൊടുത്ത് തിരക്ക് കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ നിലമ്പൂരിൽ പത്രസമ്മേളനം വിളിച്ച് കൃത്യം ഇത് മാത്രമൊന്നുമല്ല പറഞ്ഞത് പലതുമുണ്ട്. കറിവേപ്പിലയായി എടുത്തു കളഞ്ഞില്ലെന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുക? UDF-മായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം 3 ദിവസങ്ങൾക്ക് മുമ്പ് സതീശൻ വാതിലടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് PV അൻവറിനെ കറിവേപ്പിലയായി എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞത്? അപ്പോൾ എന്നെ കളയുമെന്നുള്ള വിവരം അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത്? എവിടുന്ന് കിട്ടി? ആരാണ് അദ്ദേഹത്തിന് ഈ ഉറപ്പ് കൊടുത്തത്? മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? അവർ ഒറ്റ കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ നാളെ ഞാൻ കൃത്യമായ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, നിങ്ങളോട് പറയും. ഒറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമിനേഷൻ ഞങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഞങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കളോ സാമൂഹിക നേതാക്കളോ സാമൂഹിക നേതാക്കളൊന്നുമല്ല. ഇന്നലെ കൂട്ടായി ഞങ്ങളെടുത്ത തീരുമാനം കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സാധു കർഷകനുണ്ടാകും, ഒരു വഴിയോര കച്ചവടക്കാരുണ്ടാകും, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി. ഈ 3 തൊഴിലാളികളാണ് ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം സ്ഥാനാർത്ഥിയുടെ കൂടെ 3 പേരാണ് പോകാനുണ്ടാവുക. അല്ലാത്ത ഇവിടുത്തെ ഒരു ടാറ്റയോ ബെർലയോ അദാനിയോ ഒന്നുമില്ല. അദാനിയായിട്ടൊന്നും നമ്മൾക്കൊരു പാർട്ട്ണർഷിപ്പും ഇല്ല. എൻ്റെ പാർട്ട്ണർഷിപ്പ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ആ പാർട്ട്ണർമാരായിരിക്കും എൻ്റെ കൂടെ നോമിനേഷൻ കൊടുക്കാൻ പോകാനുണ്ടാവുക. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനി ഞാൻ മരിച്ചു വീഴണം, മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടുന്ന് ബിസ്മിയിൽ ഇറങ്ങാൻ പോവുക. ഈ ഇറക്കം ഇത് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് കയറുന്നവരെ വോട്ടിംഗ് 19 വൈകുന്നേരം 5 മണി വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ ഗോതയിൽ ഞാൻ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. അമീത് മാഷ് പറയുന്നതും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഒക്കെ ഒന്നാണ്. എന്താണ് ഈ പിണറായി അവസാനിക്കുന്നത്? രാഹുലിനെ കുറിച്ച് ഇപ്പോൾ ഇന്നലെ വേറൊരുത്തൻ പറയുന്നത് കേട്ടു. അല്ല, ആരെനിക്കറിയില്ല, പറഞ്ഞത് കേട്ടു. പറഞ്ഞത് ശരിയാണെങ്കിൽ അൻവർ വിളിച്ചു വരുത്തിയതാണെന്ന്. ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹം ഒളിച്ചു വന്നതുമല്ല. അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ സൗഹൃദം, അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട്, എനിക്കൊന്ന് നിങ്ങളെ കാണുന്നതാണ്, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഈ കൊലായി മുഴുവൻ ഇതേപോലെ ആളുകൾ നിൽക്കുന്ന പച്ച വെളിച്ചത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടി വെറുതെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കൂടി ഷാഫിക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടലാണല്ലോ ഞാൻ അടുത്ത പണി. ഇതാണല്ലോ കോൺഗ്രസിലെ പരിപാടി. ഇതല്ലേ, വെട്ടലാണല്ലോ. ഒരാൾ കയറുന്നുണ്ട് പറഞ്ഞാൽ പണ്ട് എന്താ പറയുക, കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ഒരു എക്സിബിഷന് പോയ സമയത്ത് ഒരുപാട് കടൽ ജീവികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുപ്പിയിൽ ഇങ്ങനെ 3-4 ഞണ്ടുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ഇത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലാണെന്ന് പറഞ്ഞു. അതെന്ത് എത്ര പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലായി ചോദിച്ചപ്പോൾ അടിയിലെ ഞണ്ട് മറ്റേ മുകളിലെ ഞണ്ടിനെ വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കോൺഗ്രസ്. ഇനി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടണം ഷാഫിക്ക്. അതിന് എന്തിനങ്ങനെ കളവ് പറയുന്നത്? എന്തിനങ്ങനെ കളവ് പറയുന്നത്? ഷാഫി അങ്ങനെ പറയാൻ പാടുണ്ടോ? രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മാസങ്ങൾക്ക് മുമ്പ് വന്ന ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ എന്താണ് ഞാൻ പറയണോ? അപ്പം അങ്ങനെയൊന്നും ആരും പറയണ്ട. പറഞ്ഞാൽ പറയും, പറയുന്നതിൽ വസ്തുതയുണ്ടാകും. ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതയും തെളിവും നിരത്തിക്കൊണ്ട് PV അൻവർ സംസാരിക്കും. അത്രേ പറയാനുള്ളൂ. UDF പ്രതിപക്ഷമായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പ്രതിപക്ഷ മുന്നണി എന്ന് പറഞ്ഞ് രൂപീകരിക്കുന്നത്. അപ്പോൾ UDF ഇല്ലേ ഇവിടെ പ്രതിപക്ഷമായിട്ട്? അല്ല, UDF-ൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഈ പറയുന്ന VD സതീശൻ, ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു UDF-ന് എന്തർത്ഥം? അദ്ദേഹം ആ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം TMC-യും ഞങ്ങളും അതിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് കാണാം. VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ പലരുടെയും വീട്ടിലേക്ക് വോട്ട് ചെയ്യിക്കണമല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു VV പ്രകാശ്.
2016 ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അല്ലേ? 2021 DCC പ്രസിഡൻ്റായിരുന്ന എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള VD സതീശനായിരുന്നു, VV പ്രകാശായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിലെ ആരൊക്കെയായിരുന്നു ആര്യാടൻ്റെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾക്കറിയാലോ. അങ്ങനെ അനുനയിപ്പിച്ച് എല്ലാം സെറ്റിലായി എന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത് UDFൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന VV പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈയെടുത്തപ്പോൾ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. മനസ്സിലായില്ലേ? ആ വീട്ടിൽ ഞാൻ പോകാതിരിക്കുമോ? ഞാൻ നോമിനേഷൻ കൊടുത്താൽ ആദ്യം പോയിട്ട് അവരോട് തന്നെയല്ലേ ഞാൻ വോട്ട് ചോദിക്കേണ്ടത്. ഞാനന്ന് ആഫ്രിക്കയിലാണ്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ തലേ ദിവസമാണ്. ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ 36 മണിക്കൂറൊന്ന് വിമാനത്തിലിരിക്കണം. ആ വിമാനം ഇറങ്ങി 1.5 ദിവസം ഉറക്കൊഴിച്ച് എയർപോർട്ടിൽ നിന്നും ഞാൻ ആ ഇട്ട ഡ്രസ്സിലാണ് ആ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നോട് എന്താ പറഞ്ഞറിയോ? ഇദ്ദേഹം മരിച്ച ദിവസം രാത്രി 1:30 മണിക്കാണ് വിവരം കിട്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത്. ഈ ശവം ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആരാ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു, ഒരേ രക്തം, ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു വണ്ടിമ്പലയും നീങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഈ ശരീരമെടുക്കാനുള്ള ആശുപത്രിയിലെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തി രാവിലെ 7:30 മണിക്ക് ഈ പറയുന്ന വ്യക്തി വരുന്നു. എൻ്റെ വാക്കല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വാക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞറിയോ? രാവിലെ മറ്റൊരു ഷർട്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ അനുശോചന യോഗത്തിൽ അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി വരുമ്പോൾ മറ്റൊരു ഷർട്ട്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അൻവർക്ക ഇങ്ങനെ സാധിക്കുക? അദ്ദേഹം ആസ്വദിക്കുകയല്ലേ, ഏട്ടനെ ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം. മനസ്സിലായോ? ആ കുടുംബത്തിൻ്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ കാണാതിരിക്കുമോ? ആ കുടുംബം കാണാതിരിക്കുമോ? അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോവില്ലേ? കുടുംബത്തിൻ്റെ അനുമതിയോടെയാണോ പോകുന്നത്? കുടുംബത്തോട് അറിയിച്ചാണ് ചോദിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് വീട്ടിലും പോകാൻ പറ്റില്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, DCC പ്രസിഡൻ്റാണല്ലോ, അദ്ദേഹം വോട്ട് ചോദിച്ച് ഈ പറയുന്ന നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന എന്താ പറയുക കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക നായകൻ ആ വീട്ടിലൊന്ന് പോയി വോട്ട് ചെയ്യിക്കുമോ? അതിന് ധൈര്യമുണ്ടോ? ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇനി PV അൻവർ പറഞ്ഞിട്ട് പോവല്ലേ എനിക്കറിയില്ല. ആ പോയാൽ അതിൻ്റെ വിവരം അതിൻ്റെ അകത്തുനിന്ന് അറിയുകയും ചെയ്യും. എന്തേ ആ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാത്തത്? അത് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. അതവരാലോചിക്കട്ടെ. ഞാൻ പോകും, ഞാൻ വോട്ട് ചെയ്യിക്കാൻ പോകും. ഞാൻ എൻ്റെ ആദ്യത്തെ വോട്ട് ആ വീട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്.